ഗൈസ്, ഇന്നപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഈ പാമ്പിന്റെ പടം വരച്ചിട്ടേക്കുന്ന പോലെ ഞാൻ എൻ്റെ പുതപ്പിട്ടേക്കുന്നത് കണ്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മടക്കി വെക്കാം, അല്ലെങ്കിൽ ഞാൻ ആ കട്ടിലോട്ട് പോയിരുന്ന പിന്നെയും കിടന്നുറങ്ങും. ഇന്നലെ നമുക്ക് ഈ പിന്നിലൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഇതൊന്ന് മുകളിലോട്ട് കെട്ടി വെക്കാം, എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് എല്ലാം കൊണ്ടും തലതിരിഞ്ഞൊരു ദിവസമായിരുന്നു, കാരണം ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്ത് തലതിരിച്ചൊക്കെയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് കൂടപ്പിറപ്പുകളായ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളെ കാണിച്ചുതരാം. മെയിനായിട്ട് ഈ തുമ്മലാണ് കേട്ടോ. രാവിലെ തന്നെ എണ്ണിക്കുമ്പോൾ തണുപ്പടിച്ച് എനിക്ക് അപ്പം തുമ്മാൻ തുടങ്ങും. നമുക്ക് ഈ ജനലൊക്കെ ഒന്ന് തുറന്നിടാം, എന്നിട്ട് കുറച്ച് ശുദ്ധവായു ഒക്കെ ശ്വസിക്കാം. നിങ്ങൾ നോട്ടീസ് ചെയ്തോന്ന് എനിക്കറിയണ്ട, എൻ്റെ കൈ തട്ടിയിട്ട് ആ ചെടിയുടെ മണ്ട പൊട്ടിയത് കണ്ടോ. ഇനിയിപ്പോൾ അതിനകത്തുനിന്ന് കറ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു ഭൂരിപക്ഷം ആൾക്കാർക്ക് വിചാരിക്കും എനിക്ക് സ്വന്തമായിട്ടൊരു കഞ്ചാവ് കൃഷിയുണ്ടോ റൂമിൽ നിന്നൊക്കെ. ഒരു കഞ്ചാവൊന്നും അല്ല, മറ്റേ മധുരക്കിഴങ്ങാണ് കേട്ടോ. ഇനിയിപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് ഇനിയും എക്സസൈസ് ഒന്നും റൂം റെയ്ഡ് ചെയ്യാൻ വരരുത്. ഇതൊരു എസ്തെറ്റിക്കിന് പുറത്ത് മാത്രം വളർത്തുന്ന ഒരു സാധനമാണ് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചപ്പോഴത്തേക്കൊന്ന് എനർജി വെച്ച് ഇനി നമുക്ക് നമ്മുടെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കാം. എങ്ങനെയുണ്ട് എൻ്റെ എഡിറ്റിംഗ് കലാവിരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഫേസ് വാഷ് വെച്ചൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാവേ. അത് കഴിഞ്ഞ് തലേന്നത്തെ ഡയറി ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ട്രീസ വന്നത് കേട്ടോ. തുണി കഴുകാൻ വേണ്ടി പോകാമെന്നും പറഞ്ഞുകൊണ്ട് വന്നത്. പിന്നെ ഞാൻ പകുതി വെച്ച് എഴുതിയത് നിർത്തിയിട്ട് പിന്നെ തുണി കഴുകാൻ വേണ്ടി പോയി കേട്ടോ. ഇത് കഴുകിയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഡയറി എഴുതുന്നത് പൂർത്തീകരിച്ച് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ഒരു തലതിരിഞ്ഞ ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തുണി കഴുകാൻ പോകുന്നതിന് മുന്നേ പല്ലൊന്നും തേച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പല്ല് തേക്കുന്നത്. എൻ്റെ പേസ്റ്റ് ആണെങ്കിൽ അതിനൊന്നും ഇറങ്ങി വരുന്നതും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. തുണിയൊക്കെ മടക്കി കഴിഞ്ഞിട്ട് നമ്മളൊരു ഫേസ് പാക്ക് ഇട്ട് കേട്ടോ. ഇത് മറ്റേ കോഫി പൗഡറാണ്. ഇതൊന്നും ഉണങ്ങേണ്ട താമസം. അപ്പോഴത്തേക്ക് ബെല്ലടിച്ചു. പിന്നെ നമ്മൾ മെസ് ഹോളിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇന്നാണെങ്കിൽ നമുക്ക് പുട്ടും കടലയൊക്കെ ആയിരുന്നു. നമ്മൾ പിന്നെ ഹോസ്റ്റലേഴ്സ് ആയത് കാരണം തന്നെ 9:30 ക്ലാസ്സിൽ പോകണമെങ്കിൽ 9:25 ആകുമ്പോഴായിരിക്കും ഒരുങ്ങാൻ തുടങ്ങുന്നത്. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രീ പീരീഡ് കിട്ടി. അപ്പം ഞങ്ങൾ കുടുംബശ്രീ പരിപാടി തുടങ്ങും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നിസ്സ അതേപോലെ നെസ്റിൻ്റെ കയ്യിൽ മൈലാഞ്ചി വരച്ചു കൊടുക്കുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ തേർഡ് ഇയറിലെ ട്രിപ്പിൻ്റെ കാര്യം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. സഞ്ജനോട് ഞാൻ ഇതേപോലെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അവൾ മറ്റേ അമ്പലത്തിലെ പൂജാരി പൂജിക്കുന്നത് പോലെ വീഡിയോ എടുത്ത് തന്നു കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല വിശപ്പായി. ഇന്നാണെങ്കിൽ രസവും അതേപോലെ അവിയലും പിന്നെ നന്ദനയാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് പിന്നെ റൂമിൽ വന്നിട്ട് നേരെ ID കാർഡൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് പോയി കേട്ടോ. പ്രീതി ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ മറ്റേ സൂവിലൊക്കെ ചെല്ലുമ്പോൾ ഒറാങ്കൂട്ടം ഫ്രൂട്ട്സ് കഴിക്കത്തില്ലേ. ഇത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ്. ഒരു മാവിൻ്റെ ചോടാണ് ഗ്രൗണ്ടിൽ. അവിടെ നിന്നാണ് ഞങ്ങൾ വൈകുന്നേരം ചായയുടെ കൂടെ സ്നാക്സ് ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.